പരിസ്ഥിതി അനുകൂല കാർഷികോൽപാദനം നടത്തുന്നതിന് പുതിയ ഗവേഷണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ. പരിസ്ഥിതി സൗഹൃദ ജീവിത രീതി എന്തെന്ന് കൃത്യമായി വ്യാഖ്യാനിക്കണം. രാജ്യത്തിന്റെ വികസനത്തിന് തനത് ശാസ്ത്രം വളരണം. അത്തരത്തിലുള്ള പ്രചോദനമാണ് യുവാക്കൾക്ക് നൽകേണ്ടത്. ഭാവി സമൂഹത്തെ ശാസ്ത്രബോധത്തോടെ നയിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിരോധ നിർമ്മാണ രംഗത്തും ഭാരതത്തിന്റെ ശേഷി വർദ്ധിച്ചതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് വിജ്ഞാൻ ഭാരതി ദേശീയ ജനറൽ ബോഡി മീറ്റിംഗിന്റെ സമാരോപിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. राष्ट्र मंदिर का पुनर्निर्माण करना है हमें, तो मिट गई जो किंतु क्षण विश्राम भी लेने न पाई. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി വിജ്ഞാൻ ഭാരതിയുടെ 100-ലധികം കാര്യകർത്താക്കളായിരുന്നു 2 ദിവസമായി തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ നടന്ന വാർഷിക ബൈഠക്കിൽ പങ്കെടുത്തത്. ബൈഠക്കിന്റെ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ സമാരോപ പ്രഭാഷണം നടത്തി. ഭാരത സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പ്രതിരോധ രംഗത്തും ഭാരതം ഒരുപാട് മുന്നോട്ടു പോയെന്നും സുനിൽ ആംബേദ്കർ പറഞ്ഞു. सबसे पहले तो अभी जिस तरीके से भारत में ऑपरेशन सिंदूर जब हुआ और राष्ट्र के नाते हम लोगों ने जिस तरीके से जो आतंकी घटना हुई उसका जवाब दिया, वो वास्तव में हमारे सरकार का निश्चय, निर्णय और सेना की एक कुशलता, जिसके चलते जो हर भारतीय के मन में था वैसा जवाब सरकार द्वारा, सेना के द्वारा दिया जाना, ये हम सब के लिए बहुत गर्व का विषय है. ബൈഠക്കിൽ ദേശീയ പ്രസിഡന്റ് ശേഖർ മാണ്ഡെ, സെക്രട്ടറി ജനറൽ വിവേകാനന്ദ പൈ, ദേശീയ സംഘടനാ സെക്രട്ടറി ശിവകുമാർ, ദേശീയ സഹസംഘടനാ സെക്രട്ടറി പ്രവീൺ രാംദാസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.